ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെയൊക്കെ മൈൻഡ് നമ്മളെ പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ വലിച്ചിഴയ്ക്കാറുണ്ട്. ചിലപ്പോൾ അതൊരു സുഖമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഓരോ സിറ്റുവേഷനിലേക്ക് നമ്മളെ ഇങ്ങനെ എത്തിക്കും, അല്ലേ? നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തും ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തും ഒക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെ നമ്മളെ ഓരോ വഴികളിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പഴയ ഓർമ്മയിലേക്ക്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള പേടിയിലേക്ക്, അങ്ങനെ പലയിടങ്ങളിലേക്ക്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എപ്പോഴും തിരിച്ചു വരാൻ ഒരു സൂപ്പർ വഴിയുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും അത് വേറെ ഒന്നുമല്ല, ഈ മൊമെന്റ് മാത്രമാണ് സത്യം എന്ന ആഴത്തിലുള്ള തിരിച്ചറിവാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഈ നിമിഷം എവിടെയാണോ നിൽക്കുന്നത് ആ നിമിഷത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഈ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരിക. അതായത് ഈ നിമിഷം മാത്രമാണ് സത്യം, ഈ നിമിഷം മാത്രമാണ് എനിക്കുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതൊരു വലിയ വെളിപാടാണ്. ജീവിതത്തിൽ പുതിയൊരു കാഴ്ചപ്പാടിലേക്കുള്ള വാതിലാണ് അവിടെ തുറക്കുന്നത്. ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ഉണർവ് കൊണ്ടുവരും, ഒരു പുതിയ ഊർജം നിറയ്ക്കും. ഒരുപാട് പേര് പറയാറുണ്ട്, അതൊക്കെ വെറുതെ പറയുന്നതാണ്, എങ്ങനെയാണ് ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കാൻ പറ്റുക എന്ന്. പക്ഷേ ഈ നിമിഷത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തനിയെ കുറയുന്നതായിട്ട് കാണാം. കാരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചോ നമ്മുടെ പാസ്റ്റിനെ കുറിച്ചോ ഉള്ള ഭാരങ്ങളൊക്കെ ഇല്ലാതാകുന്നു. ഇതൊരു വലിയ സ്പിരിച്വൽ ഓപ്പണിംഗ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു പ്രസന്റ് മൊമെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന പലതരം സഫറിങ്ങുകളെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ആരും മനഃപൂർവ്വം ദുരിതം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ, അല്ലേ? ആർക്കാണ് സങ്കടപ്പെട്ടിരിക്കാൻ ഇഷ്ടം? ആർക്കാണ് ടെൻഷൻ അടിക്കാൻ ഇഷ്ടം? ആർക്കും ഇഷ്ടമല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിന്റെ കളികൾ കാരണം നമ്മുടെ ഉള്ളിൽ ഈ സഫറിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും ദുരിതത്തിലൂടെ കടന്നു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലേ? സന്തോഷത്തോടെ ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നിട്ടും നമ്മുടെ ചുറ്റും നോക്കൂ, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും പലതരം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നു. ചിലർക്ക് സാമ്പത്തിക പ്രശ്നമാണ്, ചിലർക്ക് ആരോഗ്യ പ്രശ്നം, മറ്റു ചിലർക്ക് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ. ഇങ്ങനെ പല രീതിയിൽ ആളുകൾ കഷ്ടപ്പെടുന്നു. പക്ഷെ എപ്പോഴാണ് ഈ കഷ്ടപ്പാടുകൾക്കൊരു അവസാനം ഉണ്ടാകുന്നത്? നമ്മൾ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ആത്മാർത്ഥമായി തിരിച്ചറിയുന്നിടത്താണ് ഈ ഒരു ഉണർവിൻ്റെ, അതായത് അവേക്കനിങ്ങിൻ്റെ ഒരു പുതിയ തുടക്കത്തിൻ്റെ ആദ്യപടി. അതായത് ഞാൻ കുറച്ചും കൂടി വിശദമാക്കി പറയാം. നിങ്ങൾക്കറിയാമോ, ഒരു അവേക്കനിങ്ങിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ സഫറിങ് നമ്മളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നതാണ്. ഇത് സത്യത്തിൽ ഒരു വലിയ അവേക്കനിങ് തന്നെയാണ്. കാരണം നമ്മൾ അൺകോൺഷ്യസ് ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ സഫറിങ്ങിൻ്റെയും കാരണം, അതായത് നമ്മുടെ എല്ലാ ദുരിതത്തിൻ്റെയും കാരണം പുറത്താണെന്ന് നമ്മൾ വിശ്വസിക്കും. അയ്യോ, എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, അത് അവൻ കാരണമാണ്, അല്ലെങ്കിൽ അവൾ കാരണമാണ്, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ വിധി ഇതാണ്, എൻ്റെ കർമ്മ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയും. മറ്റുള്ളവരാണ്, ലോകമാണ്, അല്ലെങ്കിൽ നമ്മുടെ വിധിയാണ്, അല്ലെങ്കിൽ കർമ്മയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഈ സിസ്റ്റം, ഇതൊക്കെയാണ് നമ്മുടെ സഫറിങ്ങിന് കാരണമെന്ന് നമ്മൾ കരുതും. നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിലൂടെ ഇതുണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഇതിനു വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയാം. നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിൽ കുടുങ്ങി എന്ന് വിചാരിക്കാം. ആ സമയത്ത് സാധാരണഗതിയിൽ നമുക്ക് ദേഷ്യം വരും, അല്ലേ? സമയം പോകുന്നു എന്നോർത്ത് ടെൻഷൻ വരും, അല്ലേ? പക്ഷേ അവിടെ സിറ്റുവേഷൻ ട്രാഫിക് ബ്ലോക്കാണ്, അല്ലേ? ആ ട്രാഫിക് ബ്ലോക്ക് നമ്മളെ സഫർ ചെയ്യിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മൈൻഡ്, അതായത് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? ഞാൻ ലേറ്റ് ആവുമല്ലോ, എന്നെ കാത്തിരിക്കുന്നവർ എന്ത് വിചാരിക്കും, എൻ്റെ പ്ലാനുകളെല്ലാം തകർന്നല്ലോ എന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടാക്കും. ഈ കഥയാണ് നമ്മളെ അൺഹാപ്പി ആക്കുന്നത്, അല്ലാതെ ട്രാഫിക് ബ്ലോക്ക് അല്ല. മനസ്സിലായില്ലേ?
നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ് ഈ ദുരിതങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷം. അതൊരു അത്ഭുതകരമായ കണ്ടെത്തലാണ്. ഈ കണ്ടുപിടുത്തമാണ് അവേക്കനിങ്ങിൻ്റെ ആദ്യത്തെ വലിയ സ്റ്റേജ്. നമ്മുടെ എല്ലാ സഫറിങ്ങും, അതായത് ദുരിതവും നമ്മുടെ മനസ്സാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിന്നെ അത് തുടരാൻ തോന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് തോന്നും. അതായത് സങ്കടത്തിന് പകരം സന്തോഷം, ദേഷ്യത്തിന് പകരം സമാധാനം, പേടിക്ക് പകരം ധൈര്യം, അങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കും. വേറെ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ സഫറിങ് ഉണ്ടാക്കുന്നത് നിർത്തണം. അതായത് ദുരിതം ഉണ്ടാക്കുന്നത് നിർത്തണം. നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയപ്പോൾ നെഗറ്റീവായിട്ടുള്ള കഥ ഉണ്ടാക്കിയതുപോലെ മറ്റ് പല സാഹചര്യങ്ങളിലും നമ്മുടെ മനസ്സിങ്ങനെ കഥകൾ ഉണ്ടാക്കി നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഈ ശീലം നമ്മൾ നിർത്തണം. അതിനുള്ള ഒരു നല്ല വഴി നമ്മുടെ ശ്രദ്ധ ഈ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഈ നിമിഷത്തിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, നിങ്ങളുടെ ചുറ്റും എന്താണ്? ഒരു പക്ഷേ നിങ്ങളൊരു മുറിയിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം. ഈ നിമിഷം അത് എങ്ങനെയാണോ അങ്ങനെയാണ്. ഇവിടെ എന്താണ് പ്രശ്നം? ഒന്നുമില്ലല്ലോ. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പേടികളോ അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തിനെ കുറിച്ചുള്ള വിഷമങ്ങളോ ആയിരിക്കും. ഈ നിമിഷത്തിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഈ നിമിഷത്തിൽ എന്താണ് കുഴപ്പം എന്ന് നമ്മൾ സ്വയം ചോദിക്കുമ്പോൾ പലപ്പോഴും ഉത്തരം എന്തായിരിക്കും? ഒന്നുമില്ല, അങ്ങനെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിതരാണെന്ന് തോന്നുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക. ഈ നിമിഷത്തിൻ്റെ ബാഹ്യമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നിങ്ങളിപ്പോൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, അനുഭവിക്കുന്ന സ്പർശനം, ഇതെല്ലാം ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ സംസാരിക്കുന്ന ശബ്ദം, നിങ്ങളിരിക്കുന്ന മുറിയിലെ വെളിച്ചം, നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൻ്റെ ഭാരം, ഇതെല്ലാം ഈ നിമിഷത്തിൻ്റെ ഭാഗമാണ്. അതായത് ഈ പുറമേ ഉള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും അലഞ്ഞു തിരിയുന്നത് നിർത്തും. അതിനുശേഷം ഈ ഒരു നിമിഷത്തിൻ്റെ യഥാർത്ഥ എസൻസിലേക്ക് വരിക. അതെന്താണെന്നറിയാവോ? നമ്മുടെ കോൺഷ്യസ് അവയർനെസ്, നമ്മുടെ പ്രസൻസ്, നമ്മൾ ഓരോ നിമിഷവും ജീവിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായിട്ടും അറിയുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു ശാന്തത, ആ ബോധം, അതാണ് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ശക്തി. ഈ പ്രസൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുതരം പോസിറ്റീവ് എനർജി നിറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ രീതിയിലൂടെയാണ് നമുക്ക് കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു അടിസ്ഥാനപരമായ നിലനിൽപ്പുണ്ടെങ്കിൽ, ആ ഒരു സമാധാനപരമായ അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതായത് നമ്മുടെ നിലനിൽപ്പിനെയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ സമന്വയിപ്പിക്കാൻ സാധിക്കും. ഇതൊരു ബാലൻസ് ആണ്. അതായത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ആരാണോ ആ സത്യത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് നിങ്ങളുടെ യഥാർത്ഥ പർപ്പസ്. അതായത് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം. പലപ്പോഴും നമ്മളിത് മറന്നു പോകാറുണ്ട്. ചിലപ്പോൾ ഇതിൽ വിജയിക്കാൻ സാധിക്കില്ല. നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാം. അതായത് വെറുതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കാം, സ്വന്തം നിലനിൽപ്പിനെ മറന്നു പോകാം, ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വീണ്ടും സഫറിങ്ങിലാവും. ഒരു മെഷീനെ പോലെ പ്രവർത്തിച്ച് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ കഷ്ടപ്പെടും. ഈ ഒരു സഫറിങ് ഉണ്ടാകുമ്പോൾ, അതായത് ഈ ഒരു ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മൾ ഈ നിമിഷത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു സൂചന. നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് മറന്നുപോയി എന്നതിൻ്റെ സൂചന. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ഈ നിമിഷത്തിലേക്ക് തിരികെ വരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ മനസ്സ് തരുന്നൊരു സൂചനയായിട്ട് കാണുക. ഈ നിമിഷത്തിലേക്ക് മടങ്ങി വരിക. ശാന്തമായി ശ്വാസമെടുക്കുക. ചുറ്റും ശ്രദ്ധിക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഈ നിമിഷത്തിന് പ്രാധാന്യം നൽകി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്